എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷം. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്നു. ആശങ്കയിലാണ് തീരമേഖലയിലുള്ളവർ. കണ്ണമാലിയിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, കടൽ പ്രക്ഷുബ്ധമാണ്. കരയിലേക്ക്, വീടുകളിലേക്ക് വെള്ളം എത്തുകയാണോ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലിയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ കടൽ ഭിത്തിയില്ല, അവിടെ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഒപ്പം അവിടെ ജിയോ ട്യൂബിൽ മണൽ നിറച്ച് സ്ഥാപിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഴ യഥാർത്ഥത്തിൽ അല്പം മാറി നിൽക്കുകയാണ്. പക്ഷേ കടൽ രൗദ്രഭാവം പൂണ്ട് ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുന്നു. നിരവധി വീടുകളിൽ ഈ പ്രദേശത്ത് വെള്ളം കയറി. ആ ഭാഗത്ത് മാത്രമല്ല, നേരെ എതിർഭാഗത്തെ ദൃശ്യങ്ങളിൽ നോക്കിയാലും പൂർണ്ണമായും അവിടെ കടൽ ഭിത്തി തകർന്നു കിടക്കുകയാണ്. നേരെ ഈ കാണുന്നത് ഒരു പാതയാണ്. പക്ഷേ അതൊരു പാതയാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരെ എതിർഭാഗത്തേക്ക് പോയാലും സമാന അവസ്ഥയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറുന്നു. അവർക്ക് പാചകത്തിന്, കുടിവെള്ളത്തിന്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നു. ആ കാണുന്നത് ഒരു അമ്പലമാണ്, അത് മുങ്ങിക്കിടക്കുന്നു. ഇവിടെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലെല്ലാം വെള്ളം കയറി അതിജീവനം എന്നത് വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ കൂടി ചേർന്നാണ്. വല്ലാത്തൊരു ദുരിതവും പ്രതിസന്ധിയൊക്കെയാണ്. തീർച്ചയായിട്ടും വല്ലാത്തൊരു ദുരിതമാണ്. ഇവിടെ ഞങ്ങൾ മക്കൾക്ക് കൂടി പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ 1 തൊട്ട് 10 വരെ സ്കൂളുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ട് ഇപ്പം ഇന്ന് 2-ാം തീയതി സ്കൂൾ തുറക്കണം. ഇന്ന് 20 കടൽ ഭിത്തി മുഴുവൻ തകർന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കടൽ ഭിത്തി കാരണം 5-8 വീട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവരെല്ലാവരും വാടകയൊക്കെ പോയേക്കണേ. ആ മക്കളെല്ലാം വാടക പോയി. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കലക്ടർ വന്ന് പറഞ്ഞ് കഴിഞ്ഞ ജാനുവരിയിൽ പണി തുടങ്ങുമെന്ന്. അത് പറഞ്ഞില്ല. ഇവിടെ മെട്രോയും ജല മെട്രോയും വാട്ടർ മെട്രോയും എല്ലായിടത്തും കാല് കൊണ്ട് പണിതുണ്ട്. അതിൻ്റെ കാലിൻ്റെ പകുതി പൈസ ഇവിടെ 2 പുൽമുട്ടിയിടാണ്ട്. കണ്ണമാലിൽ 8-ാം വാർഡിൽ 2 പുൽമുട്ടിയുടെ മെട്രോൻ്റെ പകുതി പൈസ വരുന്നില്ല. മെട്രോന് കാല് താഴെ പോയതിൻ്റെ പകുതി പൈസ വരുന്നില്ല. ഇവിടെ എന്തുകൊണ്ടിടുന്നില്ല എന്ന് ഞങ്ങൾ വേണ്ടേ? ഞങ്ങൾക്ക് ഇനി കൂട്ട ആത്മഹത്യ അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഞങ്ങളുടെ ഇവരുടെ മക്കൾ പഠിക്കുന്നത് വലിയ ഹൈസ്കൂളിലാണ്. ഞങ്ങൾ മക്കൾ പഠിക്കുന്നത് ഇവിടെ കണ്ണമാലിൽ ചെറിയ സ്കൂളിൽ. അവിടെയും വെള്ളം കയറി കിടക്കുക. ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പഠിക്കാനുള്ള പുസ്തകം വരെ വെള്ളം കയറി കിടക്കുക. ഞങ്ങളുടെ വീടുകളിൽ ഇനി വെക്കാൻ സ്ഥലമൊന്നുമില്ല. വെള്ളം കയറാൻ ഇടവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ കക്കൂസ പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വെള്ളം കയറി കിടക്കുക. കിടക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവർ മേൽപ്പാലം പോലെ ജലമെട്രോ ഉണ്ടാക്കുക. എന്തിന്? ഞങ്ങളെ വേണ്ടവർക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയട്ടെ. ഇവർ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല കേട്ടോ. ഞങ്ങൾ വേറെ ഒരു രക്ഷയില്ല. നിങ്ങൾ വാർത്തക്ക് വലിയൊരു ഇഷ്യൂ തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ ഇത്ര പറയാം. അത്രയും വൈകാരികമായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികരണമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇവിടെ അവർക്ക് ജീവിതം സാധ്യമാകാത്ത നിലയാണ്. കാരണം ഇവിടെ ഈ തകർന്ന സീവാൾ പുനർനിർമ്മിക്കണം എന്ന ആവശ്യം നാളുകളായിട്ടുള്ളതാണ്. നേരെ എതിർഭാഗത്ത് നമുക്ക് അങ്ങോട്ടേക്ക് അപകടകരമായ സാഹചര്യമാണ്. അവിടെ കടൽ കയറുന്ന ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നതാണ് കഴിഞ്ഞ കടൽ കയറ്റത്തിൽ. അവിടെ നിന്ന് ആളുകൾ വീട് ഉപേക്ഷിച്ച് വാടക വീടുകളിലേക്ക് മാറി. അവർക്ക് വാടക പോലും ലഭ്യമാകുന്നില്ല എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. നേരെ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു അങ്കണവാടിയാണ്. ആ അങ്കണവാടി പൂർണ്ണമായും തകർന്നു കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിനി ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നതാണ് സ്ഥിതി. നേരെ എതിർഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ കടലിനോട് ചേർന്നുള്ള ഒരു പാതയാണ്. നിരവധി വീടുകൾ ഇവിടെയുണ്ട്. അങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ നടന്നു പോവുക വലിയ പ്രയാസമാണ്. അതൊരു വഴിയാണ്. അത് വഴിയാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെയുള്ള മനുഷ്യർ. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ താമസിക്കുന്നതിന്, കിടന്നുറങ്ങുന്നതിന്, കുട്ടികൾക്ക് പഠിക്കുന്നതിന്, പാചകം ചെയ്യുന്നതിന്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ ഭാഗത്ത് നോക്കിയാൽ ഇതൊരു പാതയാണ്. ആ പാത ഏതാണ്ട് അരപ്പൊക്കം, അതിന് മുകളിൽ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതിൽ കൂടുതൽ വെള്ളമാണ്. ഇത് അങ്ങോട്ടേക്ക് 100 കണക്കിന് വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് യാത്ര ചെയ്ത് പോവുക അല്പം അപകടം. അങ്ങോട്ടേക്ക് കുറേ വീടില്ലേ കേട്ടോ. ആ വീടൊക്കെ വെള്ളം കയറി കിടക്കാണല്ലേ. അതാണ് അവസ്ഥ. നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഈ വീടുകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചുള്ളത്. അതായത് യഥാർത്ഥത്തിൽ ചെല്ലാനം പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ അവിടെ സീവാൾ ഉണ്ട്. കുറേ പുത്രൻതോട് വരെയുള്ള ഭാഗത്ത് സീവാളുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കണ്ണമാലി, ചെറിയ കടവ്, കൈതവേലി എന്നത് ചെല്ലാനം പഞ്ചായത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അതിർത്തി വാർഡ് ആ പ്രദേശങ്ങളിലാണ് ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായുള്ളത്. ഇപ്പോൾ ഈ വീട് നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് കാണിക്കണം. അത് അങ്ങോട്ടേക്കുള്ള നിരവധി വീടുകളുണ്ട്. അവയൊക്കെ പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആളുകൾ അവരുടെ ഇവിടെ നിന്ന് പല ആളുകളും ഇവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല. വീടിനകത്ത് വെള്ളം കയറി കിടക്കുന്നു, ചെളിയാണ്. ഒരു തരത്തിലും ഇവിടെ അതിജീവനം സാധ്യമാകാത്ത നില എന്നതാണ്. അങ്ങനെ തുടർച്ചയായ ദുരിതമാണ്. യഥാർത്ഥത്തിൽ പുത്തൻതോട് വരെ വലിയ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള വലിയ സീവാൾ നിർമ്മിച്ചതോടുകൂടി ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി. പക്ഷേ അത് കഴിഞ്ഞ് കണ്ണമാലി, ചെറിയ കടവ്, കൈതവേലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വല്ലാത്തൊരു തുടങ്ങിയിട്ട് നമുക്ക് ഒരാഴ്ചയാകും പോകുന്നു. രാഷ്ട്രീയക്കാരും അല്ല, ആരും അല്ല, ഇതൊന്നും അടച്ചു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്ത് അന്വേഷിക്കാൻ വരുന്നു. ഒരാളും അന്വേഷിക്കാൻ പറ്റില്ല.
ഒരു 3 മാസമൊക്കെ മുമ്പ് തൊട്ട് വാർഡ് മെമ്പറും പ്രസിഡന്റും കൂടിയാണ് എല്ലാവരോടും പറഞ്ഞിട്ട് ഇത് തന്നെ അവസ്ഥ. താൽക്കാലികമായിട്ട് കല്ലിപ്പോൾ നമുക്ക് വരില്ല, ഫണ്ടിന് താൽക്കാലികമായിട്ട് ഇതൊന്നും അടച്ച് ജിയോ ട്യൂബെങ്കിലും തൽക്കാലത്തേക്ക് ആശ്വാസമായിരുന്നു. അതുപോലും തന്നെ ഒരാൾ കണക്കിന് വീടുകൾ യഥാർത്ഥത്തിൽ ഈ തീരപ്രദേശം ചേർന്ന് ഈ പടിഞ്ഞാട്ട് ഭാഗത്തേക്കുണ്ടല്ലോ, അവിടെ എല്ലാം വെള്ളം കയറി. 300 വീടോളം അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട്. ചുറ്റുവട്ടം ഇത്രയുണ്ട്, എല്ലാം മുങ്ങിക്കിടക്കുന്നതാണ്. വെള്ളം പോകാനുള്ള വഴിയില്ല എല്ലാം. അതുപോലെ ഈ സീവാള് മാത്രമല്ല, ഈ ഉയരുന്ന വെള്ളം അപ്പുറത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഓടകളെല്ലാം കാണകൂടി ക്ലീൻ ചെയ്തിട്ടില്ല ഇവിടെ. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സജോ ദേവസ്യ ഞങ്ങളുടെ വാർത്താ സംഘം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് അധികൃതരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശത്തുള്ളവരുടെ ആശങ്ക, കണ്ണമാലിക്കാരുടെ ആശങ്ക അത് അധികൃതർ കാണുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കടൽ കലിതുള്ളി കരയിലേക്ക് വീടുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ കടൽ ഭിത്തി ഇല്ലാത്ത ഇടങ്ങളിൽ പ്രതിസന്ധി രൂക്ഷവുമാണ്.